നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർ ചോദിച്ചിരുന്ന, നിറയെ പേർക്ക് യൂസാകുന്ന ഒരു വീഡിയോ ആണ്. ഗവൺമെൻറ് ജോലി സംബന്ധപ്പെട്ട കാര്യത്തിനായുള്ള ഒരു ടിപ്സ് നിറയെ പേർ പറഞ്ഞു കൊടുക്കുമോ എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെൻറ് എക്സാം എഴുതിയിരിക്കുന്നു, അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആവണം, അതുപോലെ തന്നെ ആഗ്രഹിച്ചതുപോലെയുള്ള പോസ്റ്റിംഗ് കിട്ടണം, അതിനൊക്കെ പവർഫുള്ളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ പകർന്നു തരുന്നത്. ഈ വഴിപാട് വന്നിട്ട് ഒത്തിരി സുലഭമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൂടെ പവർഫുള്ളായിട്ട് ഇത് വർക്കൗട്ട് ആവുകയും ചെയ്യും. ഈസി ആയിട്ട് കിട്ടുന്ന ഒരു വസ്തു വച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അത് എന്താ വെച്ചാൽ മുരിങ്ങ ഇലയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന ഈ വഴിപാട് നോട്ട് ഓൺലി ഫോർ ഗവൺമെൻറ് ജോബ്, ആൾ ജോബ്സുക്കും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് ജോബ് എക്സെട്ര. അതായത് നിങ്ങളൊരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു, എനിക്ക് വന്നിട്ട് ആ ജോലി കിട്ടണം, പിന്നെ എക്സാം എഴുതിയിരിക്കുന്നു, അതിൽ നിന്നെങ്കിലും എനിക്ക് ആ ജോലി കിട്ടണം, ഞാനൊരു ജോലി കിട്ടാൻ ട്രൈ ചെയ്യുന്നു, അതെനിക്ക് കിട്ടണം. ഇതുപോലെ ജോലി സംബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും, മാത്രമല്ല ഒരു ജോലിയിലിരിക്കുന്നു എന്നാൽ അതിന് സ്ഥാനക്കയറ്റം വേണം, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇങ്ങനെയുള്ള ജോലി സംബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഈ മുരിങ്ങയില പരിഹാരം എന്നത് നല്ല പോസിറ്റീവ് റിസൾട്ട് തരുന്ന ഒന്നാണ്. എന്തായത്, നമ്മുടെ വീട്ടിലുള്ള ഉള്ളി, തക്കാളി, കറിവേപ്പില എല്ലാത്തിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയേക്കാം. സത്യം അതാണ്. ഓരോ വസ്തുക്കൾക്കും പിന്നിൽ ഒരു ആത്മീകമായി ബന്ധപ്പെട്ട വിഷയം തീർച്ചയായും ഉണ്ടാകും. വരാഹി അമ്മയ്ക്ക് ചെയ്യുന്ന പരിഹാരം എന്താച്ചാൽ, ദാറ്റ് മീൻസ് സാധാരണ ഒരു കറുകപ്പുല്ല് വച്ചിട്ട് കൂടെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. അങ്ങനെ നിറയെ വിഷയങ്ങളുണ്ട്. മുരിങ്ങയില എന്നത് കുക്കിങ്ങിനും, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുരിങ്ങയിലയുടെ പങ്ക് വളരെ വലുതാണ്. ഡ്രംസ്റ്റിക് ലീവ്സ് അഥവാ മുരിങ്ങ ഒലീഫെറ എന്ന ശാസ്ത്രനാമത്തിലാണ് മുരിങ്ങയിലയെ അറിയപ്പെടുന്നത്. വൈറ്റമിൻസ് എ, സി, ഡി എന്നിവ മുരിങ്ങയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല ഒരു ശക്തിയുള്ള വസ്തു കൂടെയാണ് മുരിങ്ങയില. അതുപോലെ ആത്മീയ കാര്യത്തിലും മുരിങ്ങയില ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പലതരത്തിലുള്ള യാഗത്തിലും മുരിങ്ങയിലയുടെ പങ്ക് വളരെ വലുതാണ്. അതിൽ പല വിഷയങ്ങളുമുണ്ട്. ഇതൊരു ഔഷധവും കൂടിയാണ്. സത്യം പറഞ്ഞാൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെറിയ വസ്തുക്കൾ വെച്ചിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് എങ്ങനെ മാറ്റാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യത്തെ എങ്ങനെ സാധിപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാൻ പോണത്. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം വെച്ചാൽ എന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പക്കത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വച്ചോളുക. ഈ മുരിങ്ങയില നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിൽ മരം വച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ പക്കത്തുള്ള അടുത്ത വീട്ടിലുണ്ടെങ്കിലോ ഇത് ഒന്നും ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. പറിച്ചെടുക്കുകയോ വാങ്ങിച്ചെടുക്കുകയോ അത് നിങ്ങളുടെ സൗകര്യം പോലെ. എങ്കിലും അധികമൊന്നും വേണ്ട, ഒരു കൈപ്പിടി അളവിന് മാത്രം മതി. ഈ മുരിങ്ങയില എടുത്തിട്ട് അതിൻ്റെ തണ്ടിലിരുന്ന് ഇറുത്തെടുക്കുക. അത് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഈ പ്ലേറ്റിൽ ഈ മുരിങ്ങയില ഇങ്ങനെ പരത്തി വയ്ക്കുക. മുരിങ്ങയില പ്ലേറ്റിൽ പരത്തി വെച്ചല്ലോ, ആ പരത്തി വെച്ച മുരിങ്ങയിലയുടെ മേലെ ഒരു ചെറിയ മൺചിരാത് വെച്ചിട്ട് വരാഹിയമ്മയുടെ മുന്നേ ദീപം വയ്ക്കണം. ഇതാണ് വഴിപാട്. അതായത് ഇത് എത്ര നാൾ വയ്ക്കണം എന്നാൽ തുടർന്ന് 3 നാൾ ഈ മുരിങ്ങയില ദീപം വയ്ക്കണം. കണ്ടിന്യൂ ആയിട്ട് എരിയണം. ഇത് ദിവസേന, അതായത് ഈ 3 ദിവസവും രാവിലെയോ അതല്ലെങ്കിൽ വൈകിട്ടോ ഏതേലും ഒരു സമയത്തിന്
ഒരു മണി നേരം 1 അവർ നിങ്ങൾ ഈ മുരിങ്ങയില ദൈവം വരാഹി അമ്മയ്ക്ക് മുന്നേ വച്ച് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് പൂജ ചെയ്യുക. ഈ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെയാണ് വയ്ക്കുന്നതെങ്കിൽ അടുത്ത ദിവസം വൈകിട്ട് വയ്ക്കാൻ പാടില്ല, രാവിലെ തന്നെ വയ്ക്കുക. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 1 മണി നേരം 1 അവർ വെച്ച് അമ്മയ്ക്ക് പൂജ ചെയ്യുക. ഇനി വരാഹി അമ്മയുടെ മുന്നേ വയ്ക്കണമെന്ന് പറയുമ്പോൾ ഫോട്ടോയോ ശിലയോ ഒന്നും കാണാത്തവരുണ്ടാവും. ഒന്നും പ്രശ്നമില്ല, അമ്മയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ മൺചിരാത് വെച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു തട്ടിൽ ഒരു കൈപ്പിടി മുരിങ്ങയില എടുത്തോളുക. കാണുന്നുണ്ടല്ലോ, ഉരുവിയില മാത്രമേ എടുക്കാവൂ. എടുത്തതൊരു തട്ടിലേക്ക് പരത്തി വെച്ച് അതിന്മേലെ ഒരു മൺവിളക്ക് ദീപം വെച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യാം. ഇങ്ങനെ ദീപം വച്ചിട്ട് നിങ്ങൾ ജോലിക്കാകെ അമ്മയോട് പ്രാർത്ഥിക്കുമല്ലോ, ഗവൺമെൻറ് എക്സാം നല്ലതായിട്ട് പാസ്സാകണം, ഈ ജോലി ആഗ്രഹിച്ചതുപോലെ എനിക്ക് കിട്ടണം, ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ ജോലിയിൽ എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടണം, എനിക്ക് പുതിയ ജോലി കിട്ടണം, എന്താണോ വേണ്ടത് ആവശ്യം അത് നിങ്ങൾ വരാഹി അമ്മയോട് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് ഈ പൂജ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. 3 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യുക. ശരിയാ? എന്താണ് ഈ 3 ദിവസം പറയുന്നതെന്നാൽ, നാളെ വെള്ളിയാഴ്ച ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം മുരിങ്ങയില പരിഹാരം വെള്ളിയാഴ്ച മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. വേറെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് തുടങ്ങുന്നത് വെള്ളിയാഴ്ച തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് ഒബിവിയസ്ലി ഡൗട്ട് വരാം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളത്. അതിനാലെയാണ് ഞാനിത് പറയുന്നത്. ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യണം. നാളെ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് വെള്ളി, ശനി, ഞായർ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, വെള്ളി തുടങ്ങി ഞായർ അവസാനിപ്പിക്കണം. ഫ്രൈഡേ സ്റ്റാർട്ടഡ്, ദെൻ സ്റ്റോപ്പ് ഓൺ സൺഡേ. ഏത് നേരം സ്റ്റാർട്ട് ചെയ്യാം എന്ന്, സമയം എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു. രാവിലെ ആണെങ്കിൽ രാവിലെ മാത്രം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ചെയ്യുക. അതല്ല വൈകുന്നേരത്താണെങ്കിൽ അത് വൈകുന്നേരം മാത്രം ചെയ്യുക. ഇനി വേറൊന്ന്, മുരിങ്ങയില എന്നത് ഡെയിലി നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഈ 3 ദിവസവും ആ തട്ടിൽ വച്ചിരിക്കുന്ന അതേ മുരിങ്ങ ഇല തന്നെ മതി. അത് ഉണങ്ങിപ്പോവും എങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ആ പ്ലേറ്റിൽ അങ്ങനെ തന്നെ വയ്ക്കുക. ഈ 3 ദിവസവും ദീപം കഴിഞ്ഞ ശേഷം മുരിങ്ങയില എടുത്ത് നമുക്ക് വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കില്ലേ, ഇപ്പോൾ ദീപധൂപം കാണിക്കുമ്പോഴൊക്കെ ഈവനിങ് സാമ്പ്രാണി പുകയ്ക്കുമ്പോൾ അതിനുള്ളിൽ ഈ മുരിങ്ങയില ഇടുക. ഒത്തിരി ശക്തിയുള്ളതാണ്. വീട്ടിലിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ എല്ലാത്തെയും ഓടിച്ചു വിടും. ഈ മുരിങ്ങയില ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ വിളക്ക് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് അപ്പുറം അടുത്ത ഫ്രൈഡേ, അടുത്ത വെള്ളിയാഴ്ച ഉണ്ടല്ലോ, അന്നേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ വഴിപാട് ചെയ്ത് വരാഹിയമ്മയോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോബിൻ്റെ പോസ്റ്റിംഗ് വന്ന് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഞാനും പ്രേ ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞോട്ടെ, പരിഹാരമൊന്നും ചെയ്യുന്നത് ഒരു വലിയ കാര്യമല്ല. നമ്മുടെ എഫേർട്ട് എന്നൊന്നുണ്ട്. മാത്രമല്ല വേറൊന്ന് ഹാർഡ് വർക്ക്. എപ്പോഴും വരാഹി അമ്മയെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ നമ്മളിരിക്കുന്ന ഇടത്തിൽ വന്നിട്ട് വരാഹി അമ്മ എല്ലാം ചെയ്തു തരുമെന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതങ്ങ് മാറ്റുക. ഞാൻ പ്രാർത്ഥിച്ചു, ഇനി എല്ലാം വരാഹിയമ്മ നോക്കും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് നമ്മുടെ ഹാർഡ് വർക്ക് വിടാതെ, അതായത് എന്ത് അളവിന് നമുക്ക് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ ആ അളവിന് നമ്മൾ വർക്ക് ചെയ്തിട്ടേ ഇരിക്കുക. നമ്മുടെ എഫേർട്ടിനും തുണ നിൽക്കുന്ന ശക്തിയാണ് വരാഹിയമ്മ. അതിനാൽ എഫേർട്ടൊന്ന് മുറുകെ പിടിക്കുക. അമ്മ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ, അമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്നാൽ ആ ടൈമിൽ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല. നമ്മുടെ എഫർട്ട് കൊടുത്ത് ഓടിയിട്ടേ ഇരുന്നാൽ തീർച്ചയായും അത് അമ്മ നമുക്ക് ഇറങ്ങി വന്ന് ചെയ്തു തരും. മനസ്സാലെ അമ്മ നമ്മുടെ കൂടെ നിൽക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വഴിപാട് നിങ്ങൾ വരാഹി അമ്മയ്ക്ക് മുന്നേ ചെയ്ത് നോക്കുക, നല്ല ബലം ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.